ഡ്രിപ്പ് ഇറിഗേഷൻ സംവിധാനം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു 500 ലിറ്ററിൻ്റെ ടാങ്ക് കണക്ടറും റെഡ്യൂസറും ഒരു വാൾവൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിരുന്നല്ലോ. ഇതിപ്പോൾ കൂടുതൽ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. 2 തരം പൈപ്പുകൾ വാങ്ങിച്ചിട്ടുണ്ട്. ഒന്ന് 16 mm പൈപ്പ്, രണ്ടാമത്തെ 6 mm പൈപ്പ്. ഈ 16 mm പൈപ്പ് മെയിൻ സപ്ലൈക്കായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് കൂടുതൽ ദൂരത്തേക്ക് പോകേണ്ടടുത്ത് പ്രഷർ ഹെഡ് കുറയാതിരിക്കാൻ വേണ്ടിയിട്ട്. അത് ടാങ്ക് കണക്ടറിൽ നിന്ന് കണക്ട് ചെയ്തിരിക്കുന്ന വാൾവിൻ്റെ പുറത്ത് വരുന്ന പൈപ്പ് 16 mm ആണ്. അതിലേക്ക് ഒരു കണക്ടർ വെച്ചത് കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ റെഡ്യൂസർ ഇട്ടിട്ട് വേണ്ടി വരും 6 mm പൈപ്പുകൾ കണക്ട് ചെയ്യാൻ. 6 mm പൈപ്പുകൾ അതിൻ്റെ തലക്കിൽ ഡ്രിപ്പറൊക്കെ കണക്ട് ചെയ്യും. അത് കാണിച്ചു തരാം. 16 mm പൈപ്പ് പോകുന്ന ലൈനിന് എവിടേക്കെങ്കിലും ബ്രാഞ്ച്, അതായത് ശാഖകൾ വേണമെന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കാനുള്ളതാണ് ഈ T കണക്ടർ. 2 ഭാഗത്തും 16 mm കണക്ട് ചെയ്യാം, 3ാമത്തെ ബ്രാഞ്ചിലേക്കും കണക്ട് ചെയ്യാം. ഇതാണ് ഡ്രിപ്പർ, എമിറ്റർ എന്നൊക്കെ പറയും. പല കപ്പാസിറ്റിയിലും ലഭ്യമാണ്. ഇത് മണിക്കൂറിൽ 2 ലിറ്റർ ഡ്രിപ്പ് ചെയ്യുന്ന തരത്തിലുള്ള ഡ്രിപ്പറാണ്. 4 ലിറ്റർ വരുന്നതും 8 ലിറ്റർ വരുന്നതൊക്കെ ഉണ്ട്. അതിൻ്റെ കൂടുതലുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ വാങ്ങിച്ച കടയിൽ അങ്ങനെയാണ് അവർ പറഞ്ഞത്. ഞാൻ പറഞ്ഞ ജോയിൻ്റ്, അതായത് 2 തലയും 16 mm ആയതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത് ഉപയോഗിച്ചിട്ട് 16 mm പൈപ്പ് ടാങ്കിലേക്ക്, അഥവാ ടാങ്കിൽ നിന്ന് വരുന്ന പൈപ്പ് ഉണ്ടല്ലോ, അരഞ്ച് പൈപ്പ് PVC, അതിലേക്ക് കണക്ട് ചെയ്യാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ കാണുന്നതൊക്കെ 6 mm പിൻ കണക്ടറുകളാണ്. അപ്പോൾ മൊത്തം കണക്ടറുകളും എല്ലാം കൂടെ കൂട്ടിയിട്ടിരിക്കുന്നത് ഇതാ അവിടെ കാണുന്നുണ്ട്. ഇനിയിപ്പോൾ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ മഴയുള്ളപ്പോൾ ഒന്നാമത് ഡ്രിപ്പ് ഇറിഗേഷൻ്റെ ആവശ്യമില്ല. അതിലും മുന്തിയ തരത്തിലുള്ള ഇറിഗേഷനാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത് നാച്ചുറലായിട്ട്. അപ്പോൾ പിന്നെ മഴ ഒഴിഞ്ഞാലേ എനിക്കിതൊക്കെ ഒന്ന് ഫിറ്റ് ചെയ്ത് തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മിക്ക സമയത്തും മഴയാണ്. കുറച്ച് സമയം കൂടുതൽ കിട്ടിയാലല്ലേ ഇതൊക്കെ ഒന്ന് ശ്രമിക്കാൻ പറ്റുള്ളൂ. ഇനി ഇത് ഫിറ്റ് ചെയ്ത് നോക്കിയാലേ എന്തൊക്കെയാണ് പോരാത്തതുള്ളതെന്ന് അറിയുള്ളൂ. ആദ്യമായിട്ട് ചെയ്യുന്നതായതുകൊണ്ട് വേറെ എന്തെങ്കിലും കണക്ടറുകളൊക്കെ പോരാത്തതുണ്ടാവും. അത് ഇത് ഉപയോഗിച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും. പിന്നീട് പോസ്റ്റ് ചെയ്യാം. മഴയൊന്നും നിൽക്കട്ടെ. മഴക്കാലമാണെങ്കിലും ഇടയ്ക്ക് വെയിലുള്ള ദിവസം ഉണ്ടാവും. അപ്പോൾ ഡ്രിപ്പ് ഇറിഗേഷൻ പരീക്ഷിക്കാൻ തോന്നിയത് ഇപ്പോഴാണ്. ഇതാണ് ഇതിനൊരു വാൾവ്. പിന്നെ ഇത് ടാങ്ക് കണക്ടർ എന്ന് പറയും. ടാങ്കിലേക്ക് കണക്ട് ചെയ്യാനുള്ളത്. ഇത് ആ ടാങ്ക് കണക്ടർ കണക്ട് ചെയ്യേണ്ട ഭാഗത്തൊരു എക്കുണ്ട്, കണ്ടില്ലേ? ഇതാണ് ടാങ്ക്. ഞാൻ ഒരു 500 ലിറ്ററിൻ്റെ ടാങ്ക് വാങ്ങിച്ചതാണ്. ഇതിനു വേണ്ടി മാത്രമാണ്. ഞാൻ കുറച്ച് ഉയരത്തിലാണ് വെച്ചിരിക്കുന്നത്. ഏകദേശം ഒരു 2 അടി ഉയരത്തിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാ ഒരു ഹോസ് വഴി വെള്ളം അതിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഇതിപ്പോൾ ഞാൻ കിണർന്ന് ഒരു ചെറിയ ഫിഷ് ടാങ്കിനൊക്കെ ഉപയോഗിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ പവറുള്ളൊരു മോട്ടർ. പക്ഷേ നമ്മുടെ HP കണക്കിലൊന്നും പറയാനില്ലാത്ത മോട്ടറാണ്, ചെറിയ മോട്ടറാണ്. അത് ഒരു 25 മീറ്ററിൻ്റെ ഹോസ് ഉണ്ട്. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. അത് പണ്ട് കണക്ട് ചെയ്തിരുന്നതായതുകൊണ്ട് അത് തന്നെ ഉപയോഗിക്കണമെന്ന് മാത്രം. അത് വെച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് ഡ്രിപ്പ് ഇറിഗേഷൻ്റെ സംവിധാനങ്ങൾ ഫിറ്റ് ചെയ്യണം. ഇതിപ്പോൾ ആദ്യം ഇതൊരു 3/4 ഇഞ്ച് പൈപ്പാണ്. റെഡ്യൂസർ ഇട്ടിട്ട് ഒരു വാൾവ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് 1/2 ഇഞ്ച് പൈപ്പാണ്. അപ്പോൾ ഇനി ഡ്രിപ്പ് ഇറിഗേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ പറഞ്ഞത് 16 mm അരഞ്ച് പൈപ്പ് വരും, പിന്നെ 6 mm പൈപ്പ് വരും. അത് വളരെ ചെറിയ പൈപ്പാണ്. അപ്പോൾ അത് രണ്ടും ഇനി വാങ്ങിച്ചിട്ട് വേണം ബാക്കി പരിപാടി തുടങ്ങാൻ.